അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മധുര വിഭവം. ഇതൊരു ബേക്ക്ഡ് ഐറ്റം അല്ല, പക്ഷേ അതേസമയം നമുക്ക് ഒരു കുക്കീസ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ്. ഇതൊരു പീനട്ട് ക്രഞ്ചീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഒരു രസകരമായ ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ഐറ്റം തയ്യാറാക്കാം. ഒരു നല്ലൊരു സ്നാക്ക് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. നമ്മുടെ പീനട്ട് ക്രഞ്ചീസ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലവർ 2 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, പീനട്ട് ബട്ടർ 8 ടേബിൾ സ്പൂൺ, വെള്ളം 1/2 കപ്പ്. അപ്പോൾ നമ്മൾക്ക് പീനട്ട് ക്രഞ്ചീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പഞ്ചസാര നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കാരമൽ കളർ ആകുന്നത് വരെ അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ആദ്യം പഞ്ചസാര, ഇത് അളന്നതാണ് 3/4 കപ്പ്, അതിനോടൊപ്പം 1/2 കപ്പ് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അലിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം കളർ ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് മാറും. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളുടെ പീനട്ട് ബട്ടർ ഉണ്ട്, ഏതാണ്ട് 8 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 കപ്പ് ഹീപ്ഡ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെത്രയാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പഞ്ചസാര അലിഞ്ഞൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ പഞ്ചസാര കുറച്ചുകൂടി തിക്കായി ഏതാണ്ടൊരു 1 പാക് പോലെ ആകാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ കളറും ചെറുതായിട്ടൊരു ഗോൾഡൻ ആയി തുടങ്ങുന്നു. തീ അല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടർ ഏകദേശം 8 ടേബിൾ സ്പൂൺ, ഞാനത് കറക്റ്റ് അളന്നാണ് എടുത്തിരിക്കുന്നത്. 8 വലിയ ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ അതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കും. ഈ പഞ്ചസാര ഈ ഒരു സിറപ്പിലേക്ക് ഞാൻ തീ അല്പം കുറച്ചിട്ടുണ്ട്. പീനട്ട് ബട്ടർ എന്ന് പറയുമ്പോൾ അത് കപ്പലണ്ടിയിൽ ഉണ്ടാവുന്നതാണ്. കപ്പലണ്ടി അരച്ച് ആ ഒരു പൊസിഷനിലെത്തുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടിയുടെ തരികളും ഉണ്ടാകും. അതാണ് ഒരു പീനട്ട് ക്രഞ്ചീസ് എന്ന് ഞാനിതിനെ പേരിട്ടിരിക്കുന്നത്. ക്രഞ്ചി പറഞ്ഞാൽ കുറച്ചൊരു കരുകരുപ്പ്. അതിനാവശ്യമായിട്ട് നമ്മൾ കോൺഫ്ലേക്സും ചേർക്കുന്നു. അപ്പോൾ ഒരു കരുകരുപ്പുള്ള ഒരു കാര്യമാണിത് ചെയ്യുന്നത്. 8 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ, 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. പീനട്ട് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് രണ്ടുകൂടെ. കാര്യം പീനട്ട് ബട്ടറിന് മധുരമില്ല, അധികം സ്വീറ്റല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തത്. നമ്മൾ 2 വലിയ കപ്പ് കോൺഫ്ലേക്സാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം ഇതിലേക്ക് ഇടാം. രണ്ട് കപ്പ് എടുത്ത് വയ്ക്കുക, നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കുക. ഇതൊരു ക്രീമി ആയിട്ട് ഇതിന് നല്ലൊരു കോട്ടിങ് കിട്ടുന്ന രീതിയിൽ വേണം. ഏതാണ്ട് ഒരു 1.5 കപ്പ് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് 1.5 കപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. ഇതിൽ ഇച്ചിരി വെണ്ണ തടവിയിട്ടുണ്ട് ഒരു ട്രേയിൽ. അതിനെ കുറച്ച് ഹീപ്ഡായിട്ട് തന്നെ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇനി വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ. അത് പെട്ടെന്ന് തണുത്ത് പോകുന്നതിന് മുമ്പ്, അതായത് ഹാർഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുന്നു. അപ്പോൾ സെറ്റാകുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു റഫായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പല്ല, ഇതൊരു ചില ഹീപ്ഡായിട്ട് നമ്മൾ ഈ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിക്കുന്ന പോലെയുള്ള ഷേപ്പുകളായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. 2 സ്പൂണിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ആക്കാം. ഇത് സെറ്റായി കഴിയുമ്പോൾ അത് ഏത് ഷേപ്പിലാണോ ആക്കി വെച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ തണുക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു റഫായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്പൂണിൽ കോരി വയ്ക്കുക. റോക്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പീനട്ട് ക്രഞ്ചി റോക്സ് എന്ന് വേണമെങ്കിലും പേരിടാം. ഒരു പാറക്കല്ല് മാതിരി അങ്ങനെ ഉള്ളൊരു ഷേപ്പിൽ. ഇതൊരു ഷേപ്പ് ചെയ്ത് ചെയ്യുന്നൊരു സാധനമല്ല, ഇത് ആ രീതിയിലുള്ളൊരു ഐറ്റമാണ്. അത്തരം ഒരു കുക്കി സ്റ്റൈലിലൊരു കാര്യം. അപ്പോൾ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഞാനിപ്പോൾ ഇച്ചിരി വലിയ പല സൈസിലുണ്ട്, വലുതും അത്ര എന്താ പറയുക, കുറേയൊക്കെ യൂണിഫോമാണ്. 1-2 പീസ് മാത്രം കുറച്ച് ചെറുതാണ്, ബാക്കിയെല്ലാം ഏകദേശമൊക്കെ ഒരു അളവിൽ തന്നെയാണ്. ഈ 15 എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് 20 വരെ ആക്കാം. അതിൻ്റെ സ്മോൾ സൈസ് ആണെങ്കിൽ ഏതാണ്ട് ആവറേജ് ഒരു 15 എണ്ണം കിട്ടും. എന്തായാലും ഇതൊന്ന് തണുക്കാനായിട്ട് അല്പസമയം മാറ്റി വയ്ക്കാം. ഒരിടത്തും വെക്കേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒന്നും വേണ്ട. ഇതല്പം കൂളാകാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് നോക്കാം.
അങ്ങനെ നമ്മളുടെ പീനട്ട് ക്രഞ്ചി റോക്സ് എന്നാണ് ഞാൻ പേര് മാറ്റി കഴിഞ്ഞു. അത് ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി ഒരു അല്പസമയം കൂടി ഇരുന്നാൽ കൂടുതൽ സെറ്റാകും. പക്ഷേ എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുത്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുക്കുക. ഇതുപോലെ കപ്പ് കേക്കിൻ്റെ കപ്പ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഈ സൈസാണുള്ളത്. അതെ, ഒരെണ്ണം ഞാനിങ്ങനെ എടുക്കുന്നു. അത് സെറ്റായിരിക്കുവാണ്. അത് ഇതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കും. ഇതൊരു പ്രസൻറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കംപ്ലീറ്റ് 15 പീസസും നമ്മളിങ്ങനെ കപ്പിനകത്തേക്ക് മാറ്റും. അങ്ങനെ നമ്മളുടെ പീനട്ട് ക്രഞ്ചി റോക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനെല്ലാം തന്നെ ഒരു പേപ്പർ കപ്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു വിഭവമാണ്. നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇലക്ട്രിക് അവൻ്റെ ആവശ്യമില്ല, ഫ്രിഡ്ജ് പോലും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് അല്ലാണ്ട് തന്നെ ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേസ്ട്രി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്കൊരു കുക്കി സ്റ്റൈലിലുള്ളൊരു കാര്യം ചെയ്യാം. ഇതൊരു കുക്കി കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്. ഇത് വളരെ കുറച്ച് ചേരുവകൾ, 3 ചേരുവകൾ മാത്രം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഒരു 15 എണ്ണം കിട്ടും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ 1.5 കപ്പ് കോൺഫ്ലേക്സ് ഇട്ടാൽ മതി. 2 കപ്സ് വരെ ഇടാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എങ്കിലും ഏതാണ്ട് അത്ര തന്നെ മതിയാകും. കാര്യം ഇത് കോട്ട് ചെയ്തിരിക്കണം നന്നായിട്ട്. ആ പീനട്ട് ബട്ടർ നന്നായിട്ട് അതിൽ പൊതിഞ്ഞിരിക്കണം. പിന്നെ അത് ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ ആക്കിയിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റുക. വലിയ ഷേപ്പ് വേണ്ട, റോക്ക് ഷേപ്പാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. സൈസ് നോക്കി. ഈ പേപ്പർ കപ്പിൻ്റെ സൈസ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചെറിയൊരു സൈസായിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. വേണമെങ്കിൽ ഇച്ചിരി കൂടെ വലിപ്പമുള്ളതാകാം. പക്ഷേ എന്നാലും ഇത് കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി എന്താ പറയുക, നമ്മളുടെ പീനട്ട് ക്രഞ്ചി റോക്സിന് കുറച്ചുകൂടി ഒരു ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടും. എങ്കിലും ഒരു രസകരമായിട്ട് അത് കുറച്ചുകൂടെ വലിയ കപ്പിൽ വേണമെങ്കിലും വയ്ക്കാം. എങ്ങനെയാണെങ്കിലും ഇത് ഈ രീതിയിൽ തയ്യാറാക്കാം. ഇത് ഇരുന്നാലും കേടാകില്ല. 2-3 ദിവസം വെച്ച് കഴിക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവും, കുട്ടികൾക്ക് നല്ലതാണ്. കപ്പലണ്ടി അല്ലേ കൂടുതലായിട്ടും പീനട്ട് ബട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. കോൺഫ്ലേക്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഏതൊരു വീട്ടമ്മയ്ക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ നോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമാണ്, നമ്മളുടെ കണവ ഉലർത്തിയത്. അപ്പോൾ അത് പരീക്ഷിക്കാൻ പറ്റിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് കാണിച്ചത് വളരെ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കുക്കി ഐറ്റമാണ്, നമ്മളുടെ പീനട്ട് ക്രഞ്ചി റോക്സ്. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഒട്ടും എന്താ പറയുക, ഭയങ്കര സംഭവമൊന്നുമല്ല. എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ